ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ഫുട്ബോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നമ്മുടെ നാടിന്റെയും യുവതലമുറയുടെയും ഭാവി തകർക്കുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ പോരാട്ടം നടത്തുന്ന പോലീസ് എക്സൈസ് സേനകളുടെ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തൂഫാനോടൊപ്പം പെനാൽറ്റി ഷൂട്ടൌട്ട് പള്ളുരുത്തി കച്ചേരിപ്പടി ടർഫിൽ നടന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൊച്ചി നഗരസഭാ കൌൺസിലർ റാഷിദ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട്, ആദ്യ കിക്ക്, ഫുട്ബോൾ ഇതിഹാസം റൂഫസ് ഡിസൂസ നിർവഹിച്ചു. ചടങ്ങിൽ കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി കെ റോഷൻകുമാർ, പൊതുപ്രവർത്തകൻ MA ഇക്ബാൽ, SNDP കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പള്ളുരുത്തി, ഫുട്ബോൾ കോച്ച് മാലിക് ദിനാർ, MN നൌഫൽ, പുളിക്കോടൻ കരാട്ടെ മാസ്റ്റർ KA റഷീദ്, MS അബ്ദുൾ റൌഫ്, പൊതുപ്രവർത്തകൻ MI നൌഷാദ്, TK സുന്ദരൻ, അസീഫ് MA, അനീഷ് കൊച്ചി, ആന്റണി പള്ളുരുത്തി, അഷ്റഫ് ചമയം, K രഞ്ജിത്ത് കരുണാകരൻ, CT താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നിരവധി ഫുട്ബോൾ പരിശീലനം നടത്തുന്ന കുട്ടികളും കരാട്ടെ പഠിക്കുന്ന കുട്ടികളും ഫുട്ബോൾ ആസ്വാദകരും വിവിധ കലാകായിക സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അവർക്ക് മാരകമായ ആപത്തുകളിലേക്ക് പോകാതെ ഏറ്റവും അവരുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉന്മേഷവും ഉണർവും കിട്ടുന്ന ഫുട്ബോൾ അത് അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാകണം അവരുടെ ലഹരി മറ്റുള്ള ഇന്നത്തെ തലമുറ അതിനെ നമ്മുടെ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി അതിന് സപ്പോർട്ടായിട്ടൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അതിനെ നമ്മുടെ റൂപസങ്ങളെ കൊണ്ട് തന്നെ അതിനെ കിക്ക് ഓഫ് ചെയ്യുന്ന പരിപാടി ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണെന്ന് നമ്മുടെ ഈ നിരന്നിരിക്കുന്ന കുട്ടികൾ, കുഞ്ഞു മക്കളിലേക്കാണ് ഇത് പകർന്നു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ യുവാക്കളിലേക്കും. എന്തായാലും ഈ പരിപാടി ഇങ്ങനെ ആസൂത്രണം ചെയ്ത ഈ ചാരിറ്റബിൾ സൊസൈറ്റിയോട് കൊച്ചി യൂണിയനുള്ള പ്രത്യേക നന്ദിയും. ഒരുപാട് പ്രദേശങ്ങളിൽ ഇതിൻ്റെ ആസ്വാദകരും പലരും ഇത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ ഇതുണ്ട്. കാരണം അത് അവിടെ പിടിക്കപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ്. പക്ഷേ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ കോടികളുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. അത് ബംഗാളിൽ നിന്ന് വന്നവരോ ബീഹാറിൽ നിന്ന് വന്നവരോ ഒന്നുമല്ല, ഈ കേരളത്തിലുള്ള ആളുകളാണ്. അത് അവർ സംഭരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു രീതികൾ പഴയ തമിഴ് സിനിമയിൽ കണ്ടിട്ടുള്ള പോലത്തെ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ, അവിടെ കണ്ടിട്ടുള്ളൂ. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇതിന് വിപുലമായ ശൃംഖല ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ലഹരി എനിക്കിവിടെ നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ജീവിതം എനിക്ക് എൻ്റെ പ്രായം 50 കഴിഞ്ഞു. ഈ സമയത്തേക്കുള്ളിൽ ഒരു ലഹരിയും ഞാൻ ഇന്നുവരെ രുചിച്ചു നോക്കിയിട്ടില്ല എന്ന് എൻ്റെ ഹൃദയത്തിൽ നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ കഴിയും. ആ നിലക്കുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ നമുക്ക് ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ കഴിവുകൾ കായിക രംഗത്ത് പതിപ്പിക്കാൻ റൂഫസ് അങ്കിളിനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ മുന്നേറണം. ഈ കൊച്ചിൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന പൊതുവിഷയങ്ങളിൽ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി നിരന്തരമായി CCS ഇടപെടാറുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിലും കലാ സാംസ്കാരിക രംഗത്തിലും കായിക രംഗത്തും അതുപോലെ ജീവകാരുണ്യ രംഗത്തും അതുപോലെ തന്നെ കിടപ്പിലായ രോഗികളടക്കം നിർധനയായ കുടുംബങ്ങളടക്കം സഹായിച്ചുകൊണ്ട് 30 വർഷക്കാലമായി സൊസൈറ്റി സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.